ഹരിയാനയിൽ BJP നേതാവിന്റെ പേരിലുള്ള വീട്ടു നമ്പറിൽ 66 വോട്ടേഴ്സ് ഉണ്ടെന്നായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. രാഹുൽ ഗാന്ധി പറഞ്ഞ ഹോഡൽ ജില്ലയിലെ ഗുദ്രന ഗ്രാമത്തിൽ 24 വാർത്താ സംഘം എത്തി. പത്രക്കാരെ കൊണ്ട് തോറ്റു, ഞാൻ എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക. രാഹുൽ ഗാന്ധിയുടെ ദി എച്ച് ഫയൽസിലെ ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഹരിയാനയിലെ ഹോഡൽ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ അവിടുത്തെ ഒരു BJP നേതാവിന്റെ വീട്ടഡ്രസ്സിൽ 66 അംഗങ്ങൾ താമസിക്കുന്നു എന്നതായിരുന്നു. നാട്ടിൽ എനിക്കൊരു പേരുണ്ട്, CID അപ്പുണ്ണീന്ന്. വെറുതെ കിട്ടിയതല്ല, അത്യാവശ്യം CID പണികളൊക്കെ എനിക്ക് അറിയാം. ആരാടോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നമ്മൾ അന്വേഷിച്ചപ്പോൾ, അവരോടൊക്കെ സംസാരിച്ചിരുന്നു. അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവർ വലിയൊരു ജോയിന്റ് ഫാമിലിയാണ്. നമ്മളിപ്പോൾ കാണുന്നത് വീട്, ഇവരുടെ നമ്മൾ നാട്ടിലൊക്കെ പറയുന്നത് പോലെ കുടുംബ വീട് എന്നതൊക്കെ പറയുന്നത് പോലെ ഇവർ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗുദ്രന എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് കുടിയേറിയ സമയത്ത് ഇവർ ഉണ്ടായിരുന്ന വീടാണ്. പിന്നീട് അവർക്ക് വലിയ സമ്പാദ്യമൊക്കെ ഉണ്ടായപ്പോൾ ആ വീട് അവർ വലുതാക്കി. അങ്ങനെയൊക്കെ വഴിയില്ലോ. ഇതിൽ എൻ്റെ കയ്യിലുള്ള എല്ലാ വോട്ടർ ID കാർഡും, കയ്യിൽ നിൽക്കുന്നില്ല, അത്രയും വോട്ടർ ID കാർഡ് എൻ്റെ കയ്യിലുണ്ട്. എല്ലാം 150 എന്ന വീട്ടു നമ്പർ തന്നെയാണ്. ഇത് 150 തന്നെയാണ് കൂടുതൽ ആളുകളുടെയും ആ വീട്ടു നമ്പർ ഈ വോട്ടർ ID കാർഡിലുള്ളത് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. കാരണം ഈ ഇവിടെ തൊട്ടടുത്തുള്ള വീട്ടുകാരെല്ലാം നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ വോട്ടർ ID കാർഡ് കൊണ്ടുവരികയും ചെയ്തിരുന്നു. അങ്ങനെ നമുക്കത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു. അവർ എല്ലാവരും തന്നെ ഒരു വീട്ടഡ്രസ്സിൽ ഉള്ളതാണ്. ഇവർ പറയുന്നതനുസരിച്ചിട്ട് 2009 ആ സമയത്താണ് ഇവരുടെ ഈ വീട്ടഡ്രസ്സ് കിട്ടുന്നത്, വോട്ടർ പട്ടികയിൽ ഇവർ പേര് ചേർക്കുന്നത്. അന്ന് കോൺഗ്രസ് സർക്കാരായിരുന്നു ഹരിയാന ഭരിച്ചിരുന്നത്. ആ സമയത്താണ് ഇവർക്ക് ഈ അഡ്രസ്സ് കിട്ടുന്നത്. എന്തെങ്കിലും കൃത്രിമത്വം കാണിക്കണമെങ്കിൽ അങ്ങനെ ആ സമയത്ത് നടത്തില്ലല്ലോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. എന്തോ ഞാൻ അതിന് തന്നാരും വിളിച്ചില്ല, വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. രാഹുൽ ഗാന്ധി വോട്ടുചോരി ആരോപണം ഉന്നയിച്ച ഹരിയാനയിലെ റായ് ഗ്രാമത്തിൽ 24 വാർത്താ സംഘം ഇന്നെത്തി. ബ്രസീലിയൻ മോഡലിന്റെ ചിത്രമുള്ള 3 വോട്ടേഴ്സിനെ 24 കണ്ടെത്തി. രാഹുൽ ഗാന്ധി പരാമർശിച്ച പിങ്കിയും വിമലയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയെന്ന് സ്ഥിരീകരിച്ചു 24ന്റെ ഇൻവെസ്റ്റിഗേഷൻ. ഒരേ ഫോട്ടോയിൽ പല പേരിൽ വോട്ടർമാർ. വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടിയ വോട്ടർ പട്ടിക കണ്ടവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഹരിയാനയിലെ BJP അപ്രതീക്ഷിത വിജയം നേടിയത് ഈ വിധം തിരിമറികൾ നടത്തിയാണെന്ന് രാഹുൽ ഗാന്ധിയുടെ ആരോപണം അന്വേഷിക്കാനാണ് ഞങ്ങൾ സോണിപത് ജില്ലയിലെ റായ് മണ്ഡലത്തിലെത്തിയത്. ഇതേ ഫോട്ടോയിലുള്ള 2 പേരെ കൂടി കണ്ടു. ആ 2 പേരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ. बट जब मेरा पहला वोट कार्ड बन के आया था तो उसमें फोटो चेंज आई थी. എല്ലാരും വിളിച്ചു. വോട്ടർമാരുടെ എല്ലാം പേരിനോടൊപ്പം ഉണ്ടായിരുന്ന ബ്രസീലുകാരിയെ ഇവർക്കാർക്കും അറിയില്ല. പക്ഷേ വോട്ടർ പട്ടികയിൽ രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടിയ 3 പേരും യഥാർത്ഥത്തിൽ ഉള്ളതാണെന്ന് അന്വേഷണത്തിൽ ബോധ്യമായി. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അയ്യോ, ഏതാ കുരങ്ങൻ?